ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ ഒരു സിഗരറ്റ് പാൻറ്റിൻ്റെ വേറൊരു വേരിയേഷനാണ്. ഞാനിപ്പോൾ സിഗരറ്റ് പാൻറ്റിൻ്റെ തന്നെ കുറേ എന്താ വേരിയേഷനുകൾ വരുന്ന രീതിയിലുള്ള പാൻറ്റിൻ്റെ ഡിസൈൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ പാൻറ് എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷനിൽ ഫ്ലീറ്റ്സ് വരുന്ന മോഡലിലുള്ള സിഗരറ്റ് പാൻറ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി എളുപ്പം മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൻസിൻ്റെ പാൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ വീട്ടിൽ അപ്പൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ആങ്ങളമാരുടെയൊക്കെയോ നമ്മുടെ പാൻറ്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. അവർ ഇപ്പം ഒത്തിരി വയറൊക്കെ ചാടിയിട്ടുള്ളവരാണെങ്കിൽ അവർ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാൻറ് യൂസ് ചെയ്യാറില്ല. അവർ കൂടുതലും പ്ലീറ്റഡ് പാൻറ്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിങ്ങനെ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യാണ്ട് തോന്നും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ വയറില്ലാത്തവർ അവർ സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അവർ ഫ്ലീറ്റഡ് ആയിട്ടുള്ള മോഡൽ യൂസ് ചെയ്യാറില്ല. അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒത്തിരി വയറുള്ളവർക്കൊക്കെ ഈ സ്ട്രെയിറ്റ് കട്ട് പാൻറ്റിനേക്കാൾ ഇത്തിരി കൂടി നല്ലത് പ്ലീറ്റഡ് ആയിട്ടുള്ള സിഗരറ്റ് പാൻ്റ് ആയിരിക്കും. അപ്പം അതാണ് ഞാൻ ഈ വളഞ്ഞു ചുറ്റി വന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചു. അതാണല്ലോ ആവശ്യം. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ ഇതെൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ പലതായിരിക്കുമല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഒരേ സാധനത്തിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അവരവരുടെ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. പിന്നെ നിങ്ങൾ കാണുന്നവർ സിഗരറ്റ് പാൻറ്റിൻ്റെ എൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, 2 വീഡിയോ ഉണ്ട്. അതായത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് 2 വീഡിയോ ആയിട്ടാണ് സിഗരറ്റ് പാൻറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടേ നിങ്ങളിത് കാണാവുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു ബേസിസിലാണ് ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പം അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ ഇത്തിരി പാടാവും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വേണം, കാണാത്തവരാണെങ്കിൽ അവരൊന്ന് കണ്ടിട്ട് വേണം ഇത് കാണാൻ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. നമ്മൾ സിഗരറ്റ് പാൻറ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഞാനിപ്പോൾ വരച്ചേക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്യുന്ന. ഫ്രണ്ടിൽ നമ്മൾ പടിയാണ് കൊടുക്കുന്നത്, ബാക്കിൽ എലാസ്റ്റിക്കും. ഫ്രണ്ടിലെ പടിയിൽ നിന്നാണ് 3 ഫ്ലീറ്റ്സുകൾ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഇട്ട് കൊടുക്കുന്നത്. അത് ഫ്രണ്ടിൽ മാത്രമേ പ്ലീറ്റ്സ് വരുന്നുള്ളൂ, ബാക്കിൽ പ്ലീറ്റ്സ് വരുന്നില്ല. നമ്മൾ ഇലാസ്റ്റിക് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചുരുങ്ങുമല്ലോ. പിന്നെ നോർമൽ നമ്മൾ സിഗരറ്റ് പാൻറ്റിന് സാധാരണ ചെയ്യുന്നത് ഇവിടെ ടക്കാണ്, ഓരോ ടക്കാണ് ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുക. അതാന്ന് പറയുമ്പോൾ ടക്ക് ഇടുമ്പോൾ അത് ഉള്ളിലേക്കാണ് പോകുന്നത്, അതൊരു ഫ്ലീറ്റിൻ്റെ എഫക്റ്റിൽ വരില്ല. ഇതാവുമ്പോൾ ചെറിയൊരു ഫ്ലീറ്റ്സിൻ്റെ എഫക്റ്റ് വരും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ ഫോൾഡിങ് വരുന്ന രീതിയിൽ 2 മടക്കിൽ ഇട്ടിരിക്കുകയാണ്. ഫ്രണ്ടിനും ബാക്കിനും വേണ്ടി ഒരുമിച്ചാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് 37.5 ആണ്. ഇപ്പം ലൈനിങ് ഇടാത്ത മോഡൽ ആയതുകൊണ്ട് നമുക്ക് മടക്കി അടിക്കാനുള്ള പീസൊക്കെ ഇവിടെ തന്നെ വേണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ താഴെ വശത്ത് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ മടക്കി അടിക്കാനുള്ളതാണ്. ഏറ്റവും ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഈ ഫോൾഡിങ് ഉള്ള വശത്തുനിന്ന് 8 ഇഞ്ച് സെന്ററിലേക്ക് മാർക്ക് ചെയ്യുക. ആ ഒരു സെന്റർ ലൈനിൽ നിന്നാണ് ബാക്കിയുള്ള മാർക്കിങ്ങുകളൊക്കെ വരേണ്ടത് കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് വരയ്ക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും അടിവശത്ത് നമുക്ക് 3 ഇഞ്ച് അങ്ങോട്ടും 3 ഇഞ്ച് ഇങ്ങോട്ടും കിട്ടത്തക്ക രീതിയിൽ, അതായത് കാലിൻ്റെ അവിടുത്തെ വണ്ണം വരുന്നതിനനുസരിച്ച് നമ്മൾ 3 അല്ലെങ്കിൽ 3.5 ഇടാം. ഞാനിപ്പോൾ 3.5 ഇട്ടിട്ടുണ്ട്. പാൻറ്റിൻ്റെ ലെങ്ത് നമുക്ക് വേണ്ടത് 36.5 ആണ്. അപ്പം 36.5 എടുക്കാൻ നേരത്ത് ആദ്യമേ തന്നെ നമ്മൾ ഏറ്റവും അടിവശത്ത് 2 ഇഞ്ച് മടക്കി അടിക്കാനുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടുന്ന് നമ്മൾ 36.5 എടുക്കുകയാണ്.
36 കിട്ടുന്ന രീതിയിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് നമ്മുടെ മുട്ടിന്റെ അവിടെ വരെയുള്ള ലെങ്ത് വരുന്നത് 14.5 അത് മാർക്ക് ചെയ്യാം. ഇവിടുത്തെ വണ്ണം വരുന്നത് 17 ഇഞ്ചാണ്. 17 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 8.5 വരും. 8.5യുടെ പകുതി എന്ന് പറയുമ്പോൾ 4.25. അതിന്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി, 1/2 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ്. അപ്പം 4.25 വെച്ച് നമ്മൾ മുട്ടിന്റെ അവിടെ മാർക്ക് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കാം. ഇവിടെ നമ്മുടെ സീറ്റിന്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 46 ഇഞ്ചാണ്. സീറ്റിന്റെ വണ്ണത്തിന് നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 46നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11.5 കിട്ടുന്നത്. 11.5 നമ്മൾ ഒരു സൈഡില് 1 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ 11.5നെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സൈഡില് 6ഉം അപ്പുറത്തെ സൈഡില് 7, 5 കിട്ടുന്ന രീതിയിലാണ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് തയ്യൽ തുമ്പും കൂടി ആവശ്യമുള്ളത് കൊണ്ട് നമ്മളിപ്പോ 11.5 വേണ്ടത്. 11 6ഉം 5ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 11 ആവുള്ളൂ. അപ്പോൾ നമ്മൾ 5.5യും 6.5യും ആയിട്ട് എടുക്കാം. പക്ഷെ അപ്പൊ നമുക്ക് തയ്യൽ തുമ്പും കൂടി വേണ്ടത് കൊണ്ട് നമ്മളിപ്പോ ഒരു സൈഡില് 6ഉം ഒരു സൈഡില് 7ഉം എടുക്കുന്നു. ക്രോച്ച് വരുന്ന സൈഡില് നമ്മൾ 6 എടുക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ 1 ഇഞ്ച് കൂട്ടി 7 എടുക്കുന്നു. ബാക്കിൽ നമുക്ക് എലാസ്റ്റിക് ആയതുകൊണ്ട് ഇത്തിരി ഇവിടെ ലൂസായിട്ട് ഇരുന്നാലും പ്രോബ്ലം ഇല്ല. കാരണം ഇത്തിരി വലിയ ഉണ്ടാവണമല്ലോ. നമ്മൾ ഹുക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എടുത്താൽ മതി. ഇവിടെ ഇതിപ്പം ബാക്കിൽ എലാസ്റ്റിക് വരുന്നത് കൊണ്ട് നമുക്ക് ഇത്തിരി ലൂസ് ഉള്ളത് നല്ലതാണ്. ഓക്കെ, ക്രോച്ചിന്റെ ലെങ്തും 11.5 എടുക്കാം. ഇവിടെ നമ്മൾ എടുത്തത് 6 അപ്പൊ 6 മാർക്ക് ചെയ്യാം. ഇപ്പുറത്തെ സൈഡിലേക്ക് 7 മാർക്ക് ചെയ്യാം. ഞാനിത് വേഗം പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് കണ്ടിട്ട് വേണം നിങ്ങളിത് ഫോളോ ചെയ്യാൻ. ഇവിടെ നമ്മൾ ക്രോച്ചിന്റെ വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മൾ ക്രോച്ച് കർവ് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താഴത്തേക്കുള്ള മുട്ടിന്റെ ആ വശത്തേക്കുള്ള ഭാഗം നമ്മൾ ഈ സ്കെയിൽ വെച്ച് ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് താഴത്തേക്ക് കൂടി വരച്ചു കൊടുക്കുക, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ഇങ്ങനെ കർവ് ചെയ്ത് സ്കെയിലിന്റെ കർവ് ഭാഗം വെച്ചിട്ട് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ വരച്ചേക്കുന്നത് ഫ്രണ്ട് പാർട്ടാണ്. ഇനി ബാക്ക് പാർട്ടിലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ക്രോച്ചിന്റെ അവിടെ നമ്മൾ 1 ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മോൾ വശത്ത് നമ്മളൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ടോട്ടൽ ഇപ്പോൾ കിട്ടിയത് 13.25. അപ്പൊ അത് തന്നെ ഇങ്ങോട്ടും വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അവിടുന്ന് കർവ് ചെയ്ത് അങ്ങോട്ട് വരയ്ക്കാം. കർവ് ചെയ്തല്ല, സ്റ്റാൻഡിങ് ആയിട്ട്. നമ്മൾ ഈ വരച്ച ഈ ഒരു വരയും ഈ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ ക്രോച്ചും തമ്മിൽ ഒരുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കാം. അതിൽ നിന്നാണ് ബാക്കിലേക്കുള്ള ക്രോച്ച് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ,
എന്നിട്ട് ഇവിടെ 1 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ ബാക്ക് പീസ് മാർക്ക് ചെയ്യാണ്. ഇപ്പുറത്ത് നമ്മൾ 1 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബാക്ക് പാർട്ടാണ്, ഇത് ഫ്രണ്ട് പാർട്ട്. ആദ്യം ബാക്ക് പാർട്ടിന്റെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് 2 ഫ്ലീറ്റ്സ് അല്ലെ 3 ഫ്ലീറ്റ് മാക്സിമം ഇട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ നോർമൽ പാൻറ്റിനെ പോലെ ഒരുപാട് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ ഈ സെൻറ്ററിൽ വരച്ച ആ ഒരു മാർക്കിൻ്റെ അവിടെ നിന്നാണ് ഒരു ഫ്ലീറ്റ്സ് കൊടുക്കുന്ന, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അടുത്ത ഫ്ലീറ്റ്സ് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഫ്ലീറ്റ്സ് ഇപ്പം ഒരു 3 4 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലീറ്റ്സിൻ്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് ഇവിടുത്തെ വണ്ണവും ഇത്തിരി കൂട്ടി കൊടുക്കേണ്ടി വരും. അപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ 6 ഇവിടെയും 7 ഇവിടെയാണ് എടുത്തത്. അതൊന്ന് ആ ഒരു കണക്ക് പ്രകാരം എടുക്കുന്നത്. ഇവിടെ 7ഉം ഇവിടെ ഇപ്പുറത്ത് 8ഉം കൂടി ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്ലീറ്റ്സ് കൂടി നമുക്ക് 1 2 ഫ്ലീറ്റ്സ് കൂടി എണ്ണം കൂട്ടി ഇടണമെങ്കിൽ ഇടാം. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഫ്ലീറ്റ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഒരുപാട് അങ്ങോട്ട് കൂട്ടരുത്, അപ്പം നമ്മൾ ആ പാൻറ്റിൻ്റെ സ്ട്രക്ചർ പോകും. അപ്പോൾ ഫ്ലീറ്റ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ചെറിയ രീതിയിൽ കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതായപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇത് കട്ടിങ് ഒക്കെ സെയിം തന്നെയാണ്, ഇതിന് മുന്നേ കാണിച്ച വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ പടിക്കായിട്ട് 4 ഇഞ്ച് വീതിയിലുള്ള പടിയുടെ പീസാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ലെങ്ത് വന്നിരിക്കുന്നത് 26.5 അത് തികയാണ്ട് വന്നതുകൊണ്ട് ഞാൻ വേറൊരു പീസ് കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. 15 ഇഞ്ച് ലെങ്തിലുള്ള ഒരു പീസ്, ഇത് 2 പീസുണ്ട്. ഓക്കെ, കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ ഫ്ലീറ്റ്സ് കൂടി ഇട്ട് കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര വേണ്ടി വരും എന്നുള്ളത്. നമ്മളിപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വേസ്റ്റിൻ്റെ വണ്ണത്തിൻ്റെ അനുസരിച്ചാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലീറ്റ്സ് കൂടി ഇട്ട് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് പോർഷനിൽ ഫ്ലീറ്റ്സ് കൂടി ഇട്ട് വരുമ്പോൾ അത്രയും ലെങ്ത് വേണ്ടി വരില്ല. നമ്മൾ ജോയിൻ ചെയ്തിട്ട് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞ് പിടിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റിച്ചിങ്ങിൽ ആകെപ്പാടെ വ്യത്യാസം വരുന്നത് നമ്മുടെ ഇവിടെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇത് ലൈനിങ് ഇല്ലാത്ത മോഡലും കൂടിയാണ്. ഓക്കെ, കുറേ പേര് ലൈനിങ് ഇല്ലാണ്ട് എങ്ങനെയാണ് സിഗരറ്റ് പാൻറ്റ് ചെയ്യുന്നതെന്നും ചോദിച്ചായിരുന്നു. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. ഓക്കെ, ആദ്യമേ തന്നെ നമ്മൾ ഈ സെൻറ്ററിൽ വരച്ചേക്കുന്ന വരയുടെ അവിടെ തന്നെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം അവിടെ ഒരു ഫ്ലീറ്റ്സ് 1/2 ഇഞ്ചിൻ്റെ ഇട്ട് കൊടുക്കുക. തൊട്ടപ്പുറയും ഇപ്പുറയും ആയിട്ട് അടുത്ത 2 ഫ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുക, ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ. ഓക്കെ, ഇട്ടിട്ട് കാണിക്കും. ഇപ്പം നമ്മൾ 3 ഫ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഈ സൈഡ് ഭാഗങ്ങൾ, ക്രോച്ചുള്ള വശമല്ല ഓപ്പോസിറ്റ് ഭാഗം ജോയിൻ ചെയ്യാൻ പോവാണ്. ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ ഫ്ലീറ്റ് ഇട്ട് എടുത്ത ആ പീസിൻ്റെ സൈഡ് ക്രോച്ച് ഭാഗം അല്ലാത്ത പോർഷൻ, ബാക്ക് പീസിൻ്റെ ക്രോച്ചല്ലാത്ത പോർഷനും കൂടി തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാം. ഓക്കെ, ഈ വശം ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഏറ്റവും അടിവശം കാലിൻ്റെ പോർഷൻ മടക്കിയടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ ജോയിൻ ചെയ്തു സൈഡ് വശം. എന്നിട്ട് അടിവശം 2 ഇഞ്ച് വെച്ച് മടക്കി അടിച്ചു. ഓക്കെ, അടിവശം മടക്കി അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് രണ്ടും ഒപ്പം വെച്ചിട്ട് ക്രോച്ചിൻ്റെ അടിവശത്തുള്ള കാലിൻ്റെ ഈ ഭാഗം ജോയിൻ ചെയ്യാൻ പോവാണ്. ഇവിടെ വരെ, ക്രോച്ചിൻ്റെ അവിടം വരെ. ഓക്കെ, ഇപ്പം നമ്മൾ കാലിൻ്റെ അവിടം വരെയുള്ള 2 പോർഷനും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ക്രോച്ചുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ബാക്ക് പോർഷൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വശം ഉള്ളിലേക്ക് വരുന്ന പോലെ നമ്മൾ നേരെ എടുത്തിട്ടു. എന്നിട്ടാണ് ക്രോച്ച് ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ 2 ക്രോച്ചുകളും തമ്മിൽ ഒരുമിച്ച് വെച്ച് മുകളിലേക്കും ഇപ്പുറത്തേക്കും ജോയിൻ ചെയ്തെടുക്കുക. ബാക്കും ഫ്രണ്ടും വരുന്ന രീതിയിൽ. ഓക്കെ, ഇപ്പം നമ്മൾ 2 കാലിൻ്റെ പോർഷനും തമ്മിൽ
ക്രോച്ച് വെച്ച് ജോയിൻ ചെയ്തെടുത്തു. ഫ്രണ്ട് പീസ് ഫ്ലീറ്റ്സ് രണ്ടും ഫ്രണ്ടിൽ വന്നു, ബാക്കിൽ കയറി നിൽക്കുന്ന ആ ഒരു പോർഷനും വന്നു. ഓക്കെ, ഇനി നമ്മൾ പടിയാണ് വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ പടി സ്ട്രെയിറ്റ് പടിയാണ് വരുന്നത്, ബാക്കിൽ നമ്മൾ എലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ പടിയുടെ പീസുകൾ നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ പടിയുടെ പോർഷൻ ഇതിലേക്ക് പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് മടക്കി പിടിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഫ്രണ്ട് പോർഷനിൽ മാത്രം നമ്മൾ സ്റ്റിഫിൻ്റെ ഇങ്ങനത്തെ ഒരു പീസ് കട്ടി കിട്ടാനായിട്ട് ജോയിൻ ചെയ്തത് എടുത്ത് വയ്ക്കും ഉള്ളിലേക്ക്. ഓക്കെ, ബാക്കിൽ നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കും. ഇപ്പം നമ്മുടെ പാൻറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പടി വെച്ച് കഴിഞ്ഞു, ബാക്കിൽ എലാസ്റ്റിക്കും വെച്ച് കഴിഞ്ഞു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും ആ ഒരു ഡിഫറൻസ്. പ്ലീറ്റഡ് ആയിട്ടുള്ളതും നമ്മൾ പ്ലീറ്റ്ലെസ് ആയിട്ടുള്ള അത് മനസ്സിലാകുക എന്നുള്ളത് ഇത്തിരി വയറുള്ളവർക്കാണ് കേട്ടോ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുക. ഓക്കെ, അപ്പം ആവശ്യക്കാരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്